മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹീറോയിൻ ചന്ദ്രയെ അവതരിപ്പിച്ച ലോക. സത്യൻ അന്തിക്കാട് ഫോർമാറ്റിൽ മാറ്റമില്ലാതെത്തിയ ഫീൽ ഗുഡ് ഹൃദയപൂർവ്വം. ആവേശത്തിന് ശേഷം ഫഹദ് കേന്ദ്ര കഥാപാത്രമായി എത്തിയ മലയാള സിനിമ ഓടും കുതിര ചാടും കുതിര. ഓണം റിലീസായി മലയാളിക്ക് വിരുന്നൊരുക്കാൻ ക്ലാഷിനെത്തിയത് 3 വമ്പൻ സിനിമകളായിരുന്നു. കൂടെ മേനെ പ്യാർ കിയ എന്ന ഒരു കുഞ്ഞു ചിത്രവും. ഒരേ ദിവസം ഇറങ്ങിയ ഹൃദയപൂർവ്വത്തിനും ലോകയ്ക്കും ആദ്യ ദിനം മുതൽ ലഭിച്ചത് ഹെവി പോസിറ്റീവ് റെസ്പോൺസ്. പിറ്റേ ദിവസം എത്തിയ ഓടും കുതിരയ്ക്ക് ആദ്യ ഷോ മുതൽ ലഭിച്ചതാകട്ടെ മിക്സഡ് റിവ്യൂസ്. ഒരു മോഹൻലാൽ ചിത്രത്തിന് പോസിറ്റീവ് വന്നാൽ ഓരോ ദിവസവും പിറക്കുന്ന ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ കയ്യും കണക്കുമില്ലാത്തതാണ്. എന്നാൽ ഹെവി പോസിറ്റീവ് ലഭിച്ച മോഹൻലാൽ ചിത്രത്തെ തന്നെ കളക്ഷൻ കണക്കിൽ പിന്നിലാക്കുന്ന കാഴ്ചയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടത്. ചന്ദ്രയായുള്ള കല്യാണി പ്രിയദർശന്റെ മാർവലസ് പെർഫോമൻസ് കണ്ടിരുന്നവരിൽ ആവേശവും ആരവവും ഉയർത്തുന്ന സീൻ. ആദ്യ വീക്കെൻഡ് അവസാനിക്കുമ്പോൾ കണക്കുകളിൽ ബഹുദൂരം മുൻപിലാണ് ലോക. പരിശോധിക്കാം ആരൊക്കെ എത്രയൊക്കെ നേടിയെന്ന്. സർപ്രൈസ് ക്യാമിയോകളുടെയും വിഷ്വൽ ട്രീറ്റിന്റെയും അഡ്രിനാലിൻ റഷിന്റെയും പെരുമഴ തീർത്ത് ഓണം ലോക തൂക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുൻപിലുള്ളത്. മിത്തോളജിയെ കറന്റ് സൊസൈറ്റിയുമായി ബ്ലെൻഡ് ചെയ്തെടുത്ത ലോ ബഡ്ജറ്റിലെത്തിയ സൂപ്പർ ഹീറോ ചിത്രം ഇതിനോടകം നേടിയത് മുടക്കുമുതലിന്റെ ഇരട്ടിയിലധികമാണ്. ഓപ്പണിംഗ് കളക്ഷനിൽ മോഹൻലാലിന്റെ സ്റ്റാർഡത്തിന് പിന്നിലായ ലോക രണ്ടാം ദിനം മുതൽ വൻ നേട്ടമുണ്ടാക്കി തുടങ്ങി. ഓൺലൈൻ ബുക്കിംഗിൽ ഹൃദയപൂർവ്വത്തെ തൂക്കിയടിച്ച ചിത്രത്തിന് പലയിടങ്ങളിലും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയായി. ആദ്യ ദിവസം 6.6 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ലോക രണ്ടാം ദിവസം ഡബിൾ ഡിജിറ്റ് മാർജിനിലെത്തി. വേൾഡ് വൈഡായി 12.2 കോടി. മൂന്നാം ദിവസം അത് 22 കോടിയായി. മോളിവുഡിന്റെ ചരിത്രത്തിലെ 8ാമത്തെ ഹയസ്റ്റ് സിംഗിൾ ഡേ ഗ്രോസ്. 3 ദിവസം കൊണ്ട് 40 കോടി കടന്ന ചിത്രം 4ാം ദിവസം 50 കോടി ക്ലബിലും കടന്നു. ഏറ്റവും വേഗത്തിൽ 50 കോടി ക്ലബിൽ തൊടുന്ന 3ാമത്തെ മലയാള ചിത്രം. ആ ലിസ്റ്റിലെ ആദ്യ 2 ചിത്രങ്ങളും പിറന്നതാകട്ടെ ഈ വർഷം തന്നെ. 4ാം ദിവസവും 20 കോടിക്ക് മുകളിൽ തന്നെ ലോക നേടിയെന്നാണ് ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്റ്റാർഡത്തിൽ താരതമ്യേന മോഹൻലാലിന്റെയും ഫഹദിനെയും പിന്നിലായ കല്യാണി പ്രിയദർശൻ ഇരുവർക്കുമൊപ്പം ക്ലാഷിനെത്തി ഒന്നാമതെത്തുന്ന സീൻ. ഹോളിവുഡിനൊപ്പം കിടപിടിക്കുന്ന സിനിമയെന്ന് പലരും ലോകയെ വാഴ്ത്തുന്നു. പാൻ ഇന്ത്യൻ ലെവലിൽ ചിത്രം ചർച്ച ചെയ്യപ്പെടുന്നു. അന്യഭാഷാ താരങ്ങൾ അഭിനന്ദന പ്രവാഹവുമായി എത്തുന്നു. മൊത്തത്തിൽ ഒരു പാൻ ഇന്ത്യൻ തൂക്കിയടി. വരും ദിവസങ്ങളിലും കനത്ത ബുക്കിംഗാണ് ലോകയ്ക്ക്. പല താരങ്ങളും എത്താൻ കൊതിക്കുന്ന 100 കോടി ക്ലബിലേക്ക് കല്യാണി വരും ദിവസങ്ങളിൽ കടന്നു ചെല്ലും. ഇതിനോടകം ഇക്കൊല്ലത്തെ 3rd ഹയസ്റ്റ് ഗ്രോസിംഗ് മലയാള ചിത്രമായി മാറിയ ലോക ഓട്ടം നിർത്തുമ്പോൾ ഏതൊക്കെ റെക്കോർഡുകൾ തീർക്കുമെന്ന് ഓരോ കണ്ണുകളും ഉറ്റുനോക്കുന്നുണ്ട്. ലോകയ്ക്ക് പിന്നിൽ രണ്ടാമത് മലയാളത്തിന്റെ മോഹൻലാലാണ്. വലിയ ഹൈപ്പിലായിരുന്നില്ല ഹൃദയപൂർവ്വത്തിന്റെ വരവ്. സത്യൻ അന്തിക്കാട് മോഹൻലാൽ കോംബോ അത് മാത്രമായിരുന്നു ചിത്രത്തിന്റെ USP. ടീസർ ഇറങ്ങിയപ്പോൾ കിട്ടിയ ഹൈപ്പ് ട്രെയിലർ എത്തിയപ്പോൾ ചിത്രത്തിന് ലഭിച്ചിരുന്നില്ല. ഫ്ലാറ്റ് ട്രാക്കിൽ പോകുന്ന ട്രെയിലർ എന്ന് വിമർശനമുയർന്നു. എന്നാൽ റിലീസിന് പിന്നാലെ കാര്യങ്ങൾ മാറി. തരുൺമൂർത്തി പണ്ട് പറഞ്ഞ വാക്ക് വീണ്ടും ഉച്ചരിക്കപ്പെട്ടു. ലാലേട്ടൻ സിനിമയ്ക്ക് പോസിറ്റീവ് വന്നാൽ എത്തുന്ന സ്ലീപ്പർ സെൽ ഫാൻസ് തിയേറ്ററുകളിലേക്ക് ഇരച്ചു കയറി. ഒരു സത്യൻ അന്തിക്കാട് ഫീൽ ഗുഡ് കോമഡി കൂടിയാകുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ലോകയ്ക്ക് പിന്നിലാണ് ഹൃദയപൂർവ്വം എന്ന് പറയുമ്പോഴും ഈ ഒരു യോണറിലെ ടോപ്പർ ആവുകയാണ് സിനിമ. അത് മോഹൻലാൽ ഫാക്ടർ ഒന്നുകൊണ്ട് മാത്രമാണ്. ആ സ്റ്റാർഡത്തിന്റെ വലിപ്പമാണ്. ആദ്യ ദിനം 8.4 കോടിക്ക് മുകളിലാണ് ഹൃദയപൂർവ്വം വേൾഡ് വൈഡായി നേടിയത്. ഇക്കൊല്ലത്തെ ഒരു മലയാളം സിനിമയുടെ 3ാമത്തെ ഹയസ്റ്റ് ഓപ്പണിംഗ്. ആദ്യ രണ്ടും അദ്ദേഹത്തിന്റെ തന്നെ എമ്പുരാനും തുടരുമിന്റെയും പേരിലാണ്. 3 ദിവസം കൊണ്ട് 25 കോടി ഹൃദയപൂർവ്വം ക്രോസ് ചെയ്തു. വീക്കെൻഡ് അവസാനിക്കുമ്പോൾ 30 കോടിക്ക് മുകളിൽ സിനിമ നേടിക്കഴിഞ്ഞു. ഓണം റിലീസിൽ 3ാമതാണ് ഫഹദിന്റെ ഓടും കുതിര ചാടും കുതിര. അതും കണക്കുകളിൽ ബഹുദൂരം പിന്നിൽ. കേരള ബോക്സ് ഓഫീസിൽ ആദ്യ 3 ദിവസം കൊണ്ട് ചിത്രത്തിന് നേടാനായത് 1.5 കോടിക്ക് മുകളിൽ മാത്രമാണ്. മേനെ പ്യാർ കിയ നേടിയതാകട്ടെ 32 ലക്ഷത്തിന് മുകളിൽ. ആദ്യ ദിന കളക്ഷൻ മുതൽ ഫൈനൽ ഗ്രോസ് വരെ, കേരള ബോക്സ് ഓഫീസ് മുതൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് വരെ മോഹൻലാൽ നിറഞ്ഞാടിയ വർഷമാണ് 2025. പുറത്തിറങ്ങിയ 2 സിനിമകളും നേടിയത് 200 കോടിക്ക് മുകളിൽ. ഇൻഡസ്ട്രി ഹിറ്റ്. റീ റിലീസുമായി എത്തിയപ്പോഴും റെക്കോർഡ്. ഹൃദയപൂർവ്വത്തിലൂടെ ഹാട്രിക് ഹിറ്റ്. അങ്ങനെ റെക്കോർഡുകൾ കൊണ്ട് വിസ്മയം തീർക്കുകയാണ് മലയാളത്തിന്റെ മഹാനടൻ. 540 കോടിയോളമാണ് അദ്ദേഹം ഇക്കൊല്ലം മാത്രം നേടിയത്. മറുവശത്ത് റെക്കോർഡ് മേക്കറെ ബ്രേക്ക് ചെയ്യുന്ന കല്യാണി. മലയാള സിനിമയെ ഞെട്ടിക്കുന്ന സിനിമയൊരുക്കിയ സംവിധായകൻ ഡൊമിനിക് അരുൺ. ക്രെഡിറ്റ് മുഴുവൻ ടീമിന് കൊടുക്കുന്ന പ്രൊഡ്യൂസർ DQ. ഓൾറെഡി കത്തിക്കയറിയ 2 സിനിമകളും ഓണം കൂടി എത്തുന്നതോടെ പുത്തൻ റെക്കോർഡുകൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പ്. ഏതൊക്കെ റെക്കോർഡുകൾ പിറവിയെടുക്കുമെന്നും തകർക്കപ്പെടുമെന്നും കാത്തിരുന്നു കാണാം.